ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂട്ടൂസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാംഗോ വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ. അതിനായിട്ട് ഏകദേശം 1 കിലോ മാങ്ങയുണ്ട്. അത്രയൊന്നും ഞാൻ എടുക്കുന്നില്ല. 2 മാങ്ങ എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാംഗോയുടെ തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ 2 മാങ്ങ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇത് മിക്സിയിലൊന്നും അരച്ചൊന്നും എടുക്കണ്ട, നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ച് ചേർത്താൽ മതി കേട്ടോ. അരച്ച് ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കറണ്ട് ഇല്ലാത്തത് കാരണം ഞാനതൊന്ന് ഉടച്ച് ചേർക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ച് ചേർത്തോളൂ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് മാങ്ങയിൽ സത്യം പറഞ്ഞാൽ ഈ നാരൊന്നും ഇല്ലാത്ത ടൈപ്പാണ് എടുക്കേണ്ടത്. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ചില മാങ്ങയ്ക്കൊക്കെ, നമ്മൾ മൂവാണ്ടൻ മാങ്ങയ്ക്കൊക്കെ ഈ നാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ നാര് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ ഉപയോഗിക്കാതിരിക്കുക. നല്ലതായിട്ട് ഫ്ലഷ് മാംസമുള്ള നല്ല മാങ്ങ നോക്കിയെടുക്കുക. അൽഫോൺസ് മാങ്ങോ അങ്ങനെയൊക്കെയുള്ള മാങ്ങയൊക്കെ ആകുമ്പം അതിലധികം നാരുകളൊന്നും കാണത്തില്ല, നല്ല മാംസം തന്നെയായിരിക്കും. അതപ്പോൾ നമ്മൾ അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് ചേർക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് അര അല്ലെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര മതിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മധുരത്തിൻ്റെ ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. അപ്പോൾ 1 കപ്പ് മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് മധുരമുള്ള മാങ്ങയാണ് എങ്കിൽ 1/2 കപ്പ് പഞ്ചസാര മതി. പുളിയുള്ള മാങ്ങയാണ് എങ്കിൽ, അല്പം പുളിയൊക്കെ ഉണ്ട് എങ്കിൽ അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തോളൂ. അതും പൊടിച്ച പഞ്ചസാര ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടോ, നിങ്ങളുടെ കയ്യിൽ വിസ്കൊന്നും ഇല്ലെങ്കിൽ സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ചസാരയൊക്കെ നല്ല രീതിയിലൊന്ന് മെൽറ്റാകണം അതിലേക്ക്. നല്ല രീതിയിൽ തന്നെ നമ്മൾ അത് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മളുടെ സോഡാപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരല്പം പാൽ അതിലേക്ക് ചേർക്കാം കേട്ടോ. ബാറ്റർ ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലില്ലേ, അത് 1/2 കപ്പൊന്നും ചേർക്കേണ്ട, ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. 1/2 കപ്പിൻ്റെ പകുതി അത്രയും ചേർത്താൽ മതി കേട്ടോ. പിന്നീട് ഒരുപാട് തിക്കായിട്ട് നിങ്ങൾക്കത് ബാറ്റർ തോന്നുന്നുണ്ട് എങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാല്, ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറുള്ള പാല് ഒക്കെ അതിനെക്കാട്ടിൽ ഒരു ശകലം ചൂട് കുഴപ്പം ഇല്ല കേട്ടോ. തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാൽ അപ്പോഴേ അങ്ങ് ഉപയോഗിക്കരുത്. അതാകുമ്പോൾ നമുക്ക് കേക്ക് നല്ല രീതിയിൽ പൊന്തി വരില്ല. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന വാനില എസൻസ് ആണ്. ഒരു 2 ടേബിൾ സ്പൂണോളം കണക്കാക്കി ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് റിബൺ കൺസിസ്റ്റൻസിയാണ് വരേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളുടെ കേക്കൊക്കെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് പൊന്തിയൊക്കെ വരുള്ളൂ കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ ഒരു സംഭവം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ വിനെഗർ ചേർക്കുക അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്. ഇതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കുക. 1 ടീസ്പൂണോളം ഒന്നുകിൽ ലെമൺ ജ്യൂസ് ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കേണ്ടത് വിനെഗറാണ്. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന പാലാണ്. നമ്മളുടെ ആ ബാറ്റർ ഒരുപാട് ടൈറ്റ് ആയതുകൊണ്ടിട്ട് ഞാനൊരു ടേബിൾ സ്പൂണോളം പാല് ചേർത്തിട്ടുണ്ട്. ഒരു ഇളം ചൂടുള്ള പാലാണ് ചേർക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മളുടെ വിനെഗർ, അല്ലെങ്കിൽ വിനെഗർ ഇല്ല എങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം നമ്മളുടെ ലെമൺ ജ്യൂസ് ചേർക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാടിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്കൊരു ബട്ടർ പേപ്പർ വെക്കുക. ബട്ടർ പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പേപ്പർ വെച്ചാലും മതി. എന്നിട്ട് അല്പം ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അലൂമിനിയം പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കുക. ഇതെപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ ബേക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ സ്റ്റൗ ടോപ്പിലാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓവനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ലാസ്റ്റ് ഞാൻ ചേർത്തിരിക്കുന്നത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് ഇല്ല എങ്കിൽ നമുക്ക് വിനെഗർ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഏകദേശം സ്റ്റൗ ടോപ്പിലാകുമ്പോൾ ഒരു 45-50 മിനിറ്റോളം ആവും കേട്ടോ. ടൈം എടുക്കും.
ഇടയ്ക്കൊക്കെ ചെന്നിങ്ങനെ പൊക്കി പൊക്കി നോക്കാൻ പാടില്ല കേട്ടോ, പൊന്തി വരില്ല അങ്ങനെ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ അങ്ങനെ പൊങ്ങി വരുന്നൊരു സമയത്ത് കുറച്ച് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്കാണ്. നമ്മൾ സീസണൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവർക്ക് പുറത്തുനിന്നൊക്കെ ഫുഡുകളൊക്കെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും ഭേദം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതെപ്പോഴും പറയുന്നതാണ്, കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് താന്നു പോവും. അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതാ നമ്മളുടെ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അതെപ്പോഴും പറയുന്ന പോലെ ഇതെൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മുകളിലേക്കൊന്ന് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ.